കഴിഞ്ഞ വർഷം ക്രിസ്തു വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടത് 4998 ക്രൈസ്തവർ. അന്താരാഷ്ട്ര ക്രിസ്ത്യൻ പീഡന നിരീക്ഷണ സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ക്രിസ്തു വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടത് 4998 ക്രൈസ്തവർ. 60-ലധികം രാജ്യങ്ങളിലെ സഭയെ പിന്തുണയ്ക്കുകയും ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഓപ്പൺ ഡോർസ് എന്ന സംഘടന പുറത്തുവിട്ട 2024 വേൾഡ് വാച്ച് ലിസ്റ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൈസ്തവ വിരുദ്ധ പീഡനത്തിൽ ലോകത്തിലെ ഏറ്റവും മോശകരമായ സാഹചര്യം നിലനിൽക്കുന്ന 50 രാജ്യങ്ങളുള്ള പട്ടിക ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുറത്തുവിട്ടത്. സ്ഥിതി വിവരക്കണക്ക് അനുസരിച്ച് 2023 പ്രതിദിനം 13 ക്രിസ്ത്യാനികളും ശരാശരി 4998 പേരും ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ പ്രതി ജീവത്യാഗം ചെയ്തു. മുൻപത്തെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 7 ഇരട്ടി വർധനവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിവിധ ആക്രമണങ്ങളിൽ ലോകമെമ്പാടും 14,766 ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. 2023 ആക്രമണങ്ങൾ കുതിച്ചുയർന്നിട്ടുണ്ടെന്നാണ് കണക്ക്. 365 ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ അഥവാ 1/7 തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ഉയർന്ന തോതിലുള്ള പീഡനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് ഓപ്പൺ ഡോർസ് മുന്നറിയിപ്പ് നൽകുന്നു. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ ഇത്തവണയും ഉത്തര കൊറിയയാണ് 1-ാം സ്ഥാനത്ത്. ഉത്തര കൊറിയയെ സംബന്ധിച്ച റിപ്പോർട്ടിൽ ക്രൈസ്തവരുടെ കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കും വിലക്കുണ്ടെന്ന് പറയുന്നു. അതീവ രഹസ്യമായും ഗുരുതരമായ അപകട സാഹചര്യത്തിലുമാണ് ക്രൈസ്തവർ ഒത്തുകൂടുന്നതെന്ന് ഓപ്പൺ ഡോർസ് പറയുന്നു. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ് നൈജീരിയ. ഉപസഹാറൻ രാജ്യങ്ങളിൽ നടന്ന ക്രൈസ്തവ വിരുദ്ധ കൊലപാതകങ്ങളിൽ 10-ൽ 9 എണ്ണവും അരങ്ങേറിയത് നൈജീരിയയിലാണ്. 2024 വേൾഡ് വാച്ച് ലിസ്റ്റിന്റെ റിപ്പോർട്ടിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ 26 ഉപസഹാറൻ രാജ്യങ്ങൾ പീഡനത്തിന്റെ ഉയർന്ന തലത്തിലോ അതിനു മുകളിലോ സ്ഥാനത്താണ്.